വെൽക്കം ബാക്ക് ടു നാഷണൽ അക്കാദമി. NIOS +2 ഇംഗ്ലീഷിലെ ഒന്നാമത്തെ അധ്യായമായിട്ടുള്ള മൈ ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള അധ്യായമാണ് നമുക്ക് ഇനിയൊരു ക്ലാസ്സിൽ പറയാനുള്ളത്. നമുക്കറിയാം, മൈ ഫസ്റ്റ് സ്റ്റെപ്പ് എൻ്റെ ആദ്യത്തെ ചുവടുവെപ്പ് എന്നുള്ള അധ്യായം വെക്നൗൺ പ്ലെയർ ആയിട്ടുള്ള, ക്രിക്കറ്റ് പ്ലെയർ ആയിട്ടുള്ള, ലെജൻഡ് ആയിട്ടുള്ള സുനിൽ ഗവാസ്കറുടെ ഒരു ബയോഗ്രഫിയാണ്, ആത്മകഥയാണ്. അപ്പം ഈ ഒരു കഥയിൽ പറയുന്നത് അദ്ദേഹം എങ്ങനെയാണ് ഈ ഒരു ഓട്ടോബയോഗ്രഫി എഴുതുന്നതെന്നും അതുപോലെ തന്നെ എങ്ങനെയാണ് ഒരു ക്രിക്കറ്റർ ആയി തീരുന്നതെന്നും ഒക്കെയാണ് ഈ ഒരു അധ്യായത്തിലൂടെ, ഈ ഓട്ടോബയോഗ്രഫിയിലൂടെ അദ്ദേഹം പറയുന്നത്. ഈ ആത്മകഥയുടെ തുടക്കത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഒരു ക്രിക്കറ്റ് കളിക്കാരനാകുമായിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ഒരു ബുക്ക്, എൻ്റെ ഒരു ആത്മകഥ നിങ്ങൾ വായിക്കുമായിരുന്നില്ല. കാരണം എൻ്റെ ഈ ലോകത്തിലെ ആദ്യത്തെ ദിവസം, അതായത് ഞാൻ ജനിച്ച ദിവസം 1949 ജൂലൈ 10 എന്നെ കാണാൻ വേണ്ടി എൻ്റെ അമ്മാവനായിട്ടുള്ള നാരായണൻ മസുരേക്കർ എന്ന് പറയുന്ന വ്യക്തി, അതായത് നാൻ കാക്ക എന്നാണ് അദ്ദേഹത്തെ വിളിക്കല്, അദ്ദേഹം ആ ദിവസം എന്നെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും ഒരു ക്രിക്കറ്റ് കളിക്കാരനാകുമായിരുന്നില്ല, അതിലുപരി നിങ്ങളൊരു ഓട്ടോബയോഗ്രഫി വായിക്കുമായിരുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്താ കാരണം? അദ്ദേഹം ജനിച്ച ദിവസം അദ്ദേഹത്തെ കാണാൻ വേണ്ടി അമ്മാവൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. പോയ സമയത്ത് കുട്ടിയുടെ ഇടത് ചെവിയിൽ ഒരു ദ്വാരം ശ്രദ്ധിക്കുകയും രണ്ടാമത്തെ ദിവസം ഹോസ്പിറ്റലിലേക്ക് വന്ന അമ്മാവൻ ആ ദ്വാരം ആ കുട്ടിയുടെ ചെവിയിൽ ഇല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അന്ന് അവിടെ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് കുട്ടിയെ ഒരു മുക്കുവ സ്ത്രീയിൽ നിന്നും, ഒരു ഫിഷർ വുമണിൽ നിന്നും വീണ്ടെടുക്കുന്നത്. കാരണം കുട്ടി മാറിപ്പോയിരുന്നു, അമ്മയിൽ നിന്നും ഈ കുട്ടി മാറിപ്പോയിരുന്നു. അതുകൊണ്ട് പിന്നെ അമ്മാവിൻ്റെ ആ ഒരു ശ്രദ്ധ കൊണ്ട് മാത്രമാണ് കുട്ടിയെ തിരിച്ചു കിട്ടുന്നത്. അതിന് തന്നെ അദ്ദേഹം ഓട്ടോബയോഗ്രഫിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആൻ ഈഗിൾ ഐഡ് റിലേഷൻ എന്നാണ് പറയുന്നത്, ഒരു കഴുകക്കണ്ണുള്ള ബന്ധം എന്നാണ് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ എന്താ കാരണം? ആ അമ്മാവൻ ഹോസ്പിറ്റലിലേക്ക് വന്ന ദിവസം ഈ ഒരു ദ്വാരം ശ്രദ്ധിക്കുകയും അങ്ങനെ ഈ അമ്മാവനെ രണ്ടാമത്തെ ദിവസവും ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോൾ ദ്വാരമില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവിടെ നടത്തിയ ഒരു പെട്ടെന്നുള്ളൊരു പരിശോധനയിലാണ് കുട്ടിയെ വീണ്ടെടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ അദ്ദേഹം ആദ്യമായി ക്രിക്കറ്റ് പരിശീലിച്ചിട്ടുള്ളത് അച്ഛനിൽ നിന്നാണ്. അച്ഛൻ ക്രിക്കറ്റ് കളിയോട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയും മാത്രമല്ല, കുട്ടിയെ, തൻ്റെ മകനെ ഒരു ക്രിക്കറ്റ് അക്കാദമിയിൽ ചേർത്തിരുന്നു, അല്ലെ, ഒരു ക്രിക്കറ്റ് വിദ്യാർത്ഥിയും കൂടി ആയിരുന്നു. അങ്ങനെ അച്ഛനിൽ നിന്നാണ് ബാലപാഠം പഠിക്കുന്നത്, ക്രിക്കറ്റിന്റെ എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അമ്മാവനായിട്ടുള്ള ആള് നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം 4 ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്നും ലഭിച്ചിട്ടുള്ള ഉപദേശങ്ങളെ കൊണ്ടൊക്കെയാണ് അദ്ദേഹം പിന്നീട് വളർന്ന് ഒരു വലിയ ക്രിക്കറ്റ് കളിക്കാരനായി മാറുന്നത്. അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ, ചൈൽഡ്ഹുഡിനെ വളരെയധികം സ്മരിക്കുന്നുണ്ട്. കുട്ടിക്കാലത്ത് അമ്മയോടൊപ്പമുള്ള പരിശീലന സമയങ്ങൾ, തൻ്റെ വീട്ടിലുള്ള ചെറിയൊരു ഗാലറിയിൽ അമ്മയെ കൊണ്ട് ബോൾ അറിപ്പിക്കുകയും കുട്ടിയുടെ കയ്യിൽ നിന്നും അടി വാങ്ങുകയും അടിച്ച ബോള് അമ്മയുടെ മൂക്കിൽ പറ്റി ചോര ഒലിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തെ കുറിച്ച് ഓട്ടോബയോഗ്രഫിയിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം ഏറ്റവും വലിയൊരു ലെജൻഡ് ആയിട്ടുള്ളത് ഒരുപാട് അമ്മയുടെയൊക്കെ പ്രോത്സാഹനം കാരണമാണ്. അച്ഛനിൽ നിന്നും അമ്മാവനിൽ നിന്നും അമ്മയിൽ നിന്നും ഒക്കെ ലഭിച്ചിട്ടുള്ള ഒരുപാട് പ്രോത്സാഹനത്തിൽ നിന്നാണ് ഈ ഒരു കുട്ടി പിന്നെ ഒരു ലെജൻഡ് ആയിട്ടുള്ള, ലോകം അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറുന്നത്. അതാണ് നമ്മുടെ ഈ ഒരു +2 അധ്യായത്തിൽ, ഒന്നാമത്തെ അധ്യായത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഈ ഒരു അധ്യായത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതിലെ ആൻസറുകളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്രധാനമായിട്ടും ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ഈസ് എൻ ഓട്ടോബയോഗ്രഫി? എന്താണ് ഒരു ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ? നമുക്കറിയാം, ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്, an autobiography is a self account of the life of any persons, അല്ലെ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ സ്വന്തം കഴിവ് കൊണ്ട് എഴുതുന്ന സ്വന്തം ആത്മകഥയാണ് നമ്മൾ എന്ത് പറയണത്, ഒരു ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, സുനിൽ ഗവാസ്കർ എന്ന് പറയുന്ന ക്രിക്കറ്റ് താരം ജനിച്ചത് എന്നാണ്? അദ്ദേഹം ജനിച്ചിട്ടുള്ളത് ജൂലൈ 10 അല്ലേ, ഇൻ
1949 1949 അദ്ദേഹം ജനിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇനി ഒരു വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. ഇനി കൂടുതൽ അറിയണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ, കൂടുതൽ പഠിക്കണം എന്ന് താല്പര്യമുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ നാഷണൽ അക്കാദമിയിൽ ജോയിൻ ചെയ്ത് അഡ്മിഷൻ ഉറപ്പുവരുത്തുക.